പോർട്ടോ പോർച്ചുഗലിലെ രണ്ടാമത്തെ വലിയ നഗരവും യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഇടം പിടിച്ച പുരാതന നഗരവുമായ പോർട്ടോയിലേക്കാണ് നമ്മുടെ യാത്ര. ഐബീരിയൻ പെനിൻസുലയിലെ പ്രധാന നഗരപ്രദേശങ്ങളിലൊന്നായ പോർട്ടോ പഴയ ലോകമനോഹരതയുടെയും ആധുനിക സൗകര്യങ്ങളുടെയും ഒരു മിശ്രിതമാണ്. എല്ലാ വർഷവും ദശലക്ഷക്കണക്കിന് സന്ദർശകരാണ് ഇവിടം സന്ദർശിക്കുന്നത്. 2000 വർഷത്തിലേറെ പഴക്കമുള്ള ചരിത്രമാണ് പോർട്ടോയ്ക്കുള്ളത്. BC 246 ഒരു റോമൻ വാസസ്ഥലമായാണ് ഇത് സ്ഥാപിതമായത്. തുറമുഖം അല്ലെങ്കിൽ ഹാർബർ എന്നർത്ഥമുള്ള പോർട്ടസ് എന്ന ലാറ്റിൻ പദത്തിൽ നിന്നാണ് ഈ പേര് ഉദ്ഭവിച്ചത്. ലിസ്ബണിലെ ഓറിയന്റ് സ്റ്റേഷനിൽ നിന്നുമാണ് പോർട്ടോയിലേക്കുള്ള ട്രെയിൻ കയറിയത്. ലിസ്ബണിൽ നിന്ന് പോർട്ടോയ്ക്ക് ഏകദേശം 320 കിലോമീറ്ററാണ് ദൂരം. എക്സ്പ്രസ് ട്രെയിനുകളും ഹൈസ്പീഡ് ട്രെയിനുകളും അവൈലബിൾ ആണ്. പോർച്ചുഗലിൻ്റെ വടക്കൻ പ്രദേശങ്ങളിലൂടെ ട്രെയിൻ ഓടി 3.5 മണിക്കൂർ കൊണ്ട് ട്രെയിൻ പോർട്ടോ എത്തിച്ചേർന്നു. ഒപ്പോർട്ടോ അഥവാ പോർട്ടോ ഈ ആകർഷകമായ നഗരം നൂറ്റാണ്ടുകളായി വ്യാപാര വാണിജ്യത്തിനുള്ള ഒരു പ്രധാന കേന്ദ്രമാണ്. എന്നാൽ ഇന്ന് ഇത് ഒരു പ്രശസ്തമായ വിനോദസഞ്ചാര കേന്ദ്രവുമാണ്. ഇവിടുത്തെ തുറമുഖവും ഒപ്പോർട്ടോ എന്നാണ് അറിയപ്പെടുന്നത്. വീഞ്ഞുൽപാദനം, വിപണനം എന്നിവ ഇവിടുത്തെ ഒരു തൊഴിലാണ്. പോർച്ചുഗലിലെ പ്രധാന നദിയായ ഡോറോ നദി ഒപ്പോർട്ടോയിൽ വെച്ചാണ് അറ്റ്ലാന്റിക് സമുദ്രത്തിൽ പതിക്കുന്നത്. പോർട്ടോയിലെ ഏറ്റവും പ്രശസ്തമായ ലാൻഡ്മാർക്കുകളിലൊന്നാണ് പോണ്ട ഡി ഡോം ലൂയിസ് എന്ന ഈ പാലം. ഇത് ഡോറോ നദിക്ക് കുറുകെ പോർട്ടോയെയും വിലാനോവ ഡി ഗയയെയും ബന്ധിപ്പിക്കുന്ന ഇരട്ടത്തട്ടുകളുള്ള ലോഹകമാനമായ പാലമാണ്. ഐഫൽ ടവർ നിർമ്മിച്ച പ്രശസ്ത ഫ്രഞ്ച് വാസ്തുശില്പിയായ ഗുസ്താവ് ഐഫലിൻ്റെ വിദ്യാർത്ഥിയായിരുന്ന തിയോഫിലി സെയറിംഗ് എന്ന ബെൽജിയൻ എഞ്ചിനീയറാണ് ഈ പാലം രൂപകൽപ്പന ചെയ്തത്. ഐഫലുമായി സഹകരിച്ച് സെയറിംഗ് പാലം രൂപകൽപ്പന ചെയ്തു. 1881 നിർമ്മാണം ആരംഭിച്ച പാലം 1886 പൂർത്തിയായി. ഇപ്പോൾ ഇതാണ് പോർട്ടോയുടെ പ്രധാന മുഖമുദ്രയായി കണക്കാക്കപ്പെടുന്നത്. നഗരത്തിൻ്റെയും താഴെയുള്ള നദിയുടെയും അതിശയകരമായ കാഴ്ചകൾ പ്രദാനം ചെയ്യുന്ന ഒരു എഞ്ചിനീയറിംഗ് അത്ഭുതമാണിത്. ചരിത്രപരമായ ലാൻഡ്മാർക്കുകൾ കൂടാതെ ജീവിതവും സംസ്കാരവും നിറഞ്ഞ പോർട്ടോ കലയുടെയും സർഗാത്മകതയുടെയും ഒരു പ്രദേശം കൂടിയാണ്. പ്രാദേശികവും അന്തർദേശീയവുമായ കലാകാരന്മാരുടെയും സൃഷ്ടികൾ പ്രദർശിപ്പിക്കുന്ന മ്യൂസിയങ്ങൾ, ഗാലറികൾ, തിയേറ്ററുകൾ, പുരാതന ഗ്രാഫിറ്റികൾ സുന്ദരമാക്കുന്ന തെരുവുകൾ, അങ്ങനെ എല്ലാവിധ സവിശേഷതകളും ഉൾക്കൊള്ളുന്ന ഒരു റൊമാൻറ്റിക് നഗരമാണ് പോർട്ടോ. യുനെസ്കോയുടെ ലോക പൈതൃക സ്ഥലമായ റിബേറ സ്ക്വയറാണ് പോർട്ടോയുടെ മറ്റൊരു ഐക്കണിക് ലാൻഡ്മാർക്ക്. പോർട്ടോയുടെ ചരിത്ര കേന്ദ്രത്തിൻ്റെ ഹൃദയഭാഗത്താണ് ഈ സ്ക്വയർ സ്ഥിതി ചെയ്യുന്നത്. ഇത് നഗരത്തിലെ ഏറ്റവും പഴയ ഭാഗങ്ങളിലൊന്നാണ്. വർണ്ണാഭമായ കെട്ടിടങ്ങൾ, കഫേകൾ, റെസ്റ്റോറൻറ്റുകൾ എന്നിവയാൽ ചുറ്റപ്പെട്ട മനോഹരമായൊരു ചത്തുരമാണിത്. റിബേറ സ്ക്വയർ വിശ്രമിക്കാനും മദ്യപിക്കാനും അല്ലെങ്കിൽ കാഴ്ചകൾ കാണാനും പറ്റിയ സ്ഥലമാണ്. ഈ നഗരത്തിൻ്റെ വാസ്തുവിദ്യ ഗോത്തിക്, ബറോക്ക്, നിയോ ക്ലാസിക്കൽ ശൈലികളുടെ അതിശയകരമായ മിശ്രിതമാണ്. കെരിഗ്ലോസ് ചർച്ച് പോർട്ടോ നഗരത്തിലെ ഒരു ബറോക്ക് പള്ളിയാണ്. ഇത് ഇവിടുത്തെ പ്രശസ്തമായ ലാൻഡ്മാർക്കുകളിൽ ഒന്നാണ്. ഇതിൻ്റെ ടവർ നഗരത്തിന് മുകളിൽ 76 മീറ്റർ ഉയരത്തിൽ തലയുയർത്തി നിൽക്കുന്നു. 1763 നിർമ്മാണം പൂർത്തീകരിച്ച ഈ ടവർ നഗരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കാണാൻ കഴിയും. പോർട്ടോയിൽ തീർച്ചയായും കണ്ടിരിക്കേണ്ട മറ്റൊരു ലാൻഡ്മാർക്ക് സാവോ ബെൻഡോ സ്റ്റേഷനാണ്. 1916 നിർമ്മിച്ച ഈ മനോഹരമായ ട്രെയിൻ സ്റ്റേഷൻ പോർച്ചുഗലിൻ്റെ ചരിത്രം ചിത്രീകരിക്കുന്ന അതിശയകരമായ അസലജോ ടൈൽ വർക്കുകൾ കൊണ്ട് അലങ്കരിച്ചിരിക്കുന്നു.
പോർട്ടോയെ പോർച്ചുഗലിലെയും അതിനപ്പുറത്തെ മറ്റ് നഗരങ്ങളുമായി ബന്ധിപ്പിക്കുന്ന ഒരു ഗതാഗത കേന്ദ്രമായും ഈ സ്റ്റേഷൻ പ്രവർത്തിക്കുന്നു. പരമ്പരാഗത വീടുകളും കടകളും നിറഞ്ഞ ഇടുങ്ങിയ തെരുവുകളും ഇടവഴികളുമാണ് പോർട്ടോയുടെ ചരിത്ര കേന്ദ്രം. പോർട്ടോ, പ്രത്യേകിച്ച് പോർട്ട് വൈനും പ്രശസ്തമാണ്. രുചികളും ടൂറുകളും വാഗ്ദാനം ചെയ്യുന്ന നിരവധി വൈനറികളുടെ ആസ്ഥാനമാണ് ഇവിടം. സന്ദർശകർക്ക് വൈനറിയിൽ ഒരു ടൂർ നടത്താനും അതിലെ പ്രശസ്തമായ തുറമുഖ വൈനുകളിൽ ചിലത് ആസ്വദിക്കാനും കഴിയും. ഇവിടുത്തെ പോർട്ട് വൈൻ നിലവറകൾ സന്ദർശിക്കാതെ പോർട്ടോയിലേക്കുള്ള ഒരു യാത്രയും പൂർത്തിയാകില്ല. വിലനോവ ഡി ഗയയിൽ നദിക്ക് കുറുകെ സ്ഥിതി ചെയ്യുന്ന ഈ നിലവറകൾ സാൻഡമാൻ, ടേലേഴ്സ്, ഗ്രഹാംസ് എന്നിവയുൾപ്പെടെ ലോകത്തിലെ ഏറ്റവും പ്രശസ്തമായ പോർട്ട് വൈൻ ഉൽപ്പാദകരുടെ ഭവനമാണ്. സന്ദർശകർക്ക് നിലവറകൾ സന്ദർശിക്കാനും പോർട്ട് വൈൻ്റെ ചരിത്രത്തെക്കുറിച്ചും ഉൽപ്പാദനത്തെക്കുറിച്ചും അറിയാനും രുചികരമായ ചില ഇനങ്ങൾ സാമ്പിൾ ചെയ്യാനും കഴിയും. പോർട്ടോ കത്തീഡ്രലാണ് ചരിത്രപ്രേമികളുടെ മറ്റൊരു പ്രശസ്തമായ കേന്ദ്രം. 12-ാം നൂറ്റാണ്ടിലെ കത്തീഡ്രൽ നഗരത്തിൽ ഏറ്റവും പഴക്കമേറിയതും പ്രധാനപ്പെട്ടതുമായ സ്ഥലങ്ങളിലൊന്നാണ്. പോർട്ടോയിൽ വന്നാൽ കഴിക്കേണ്ട പ്രധാന ഭക്ഷണമാണ് ഫ്രാൻസിസിനിയ. റൊട്ടി, ചീസ്, മാംസം എന്നിവ ഉപയോഗിച്ചുണ്ടാകുന്ന ഒരു തരം സാൻഡ്വിച്ചാണിത്. നിങ്ങൾ പുസ്തകങ്ങളെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ലോകത്തിലെ ഏറ്റവും മനോഹരമായ പുസ്തകശാലകളിലൊന്നായ ലിബ്രാരിയോ ഇലേലോ നിങ്ങൾ അത്ഭുതപ്പെടുത്തും. 1906 സ്ഥാപിതമായ ഈ പുസ്തകശാല അതിമനോഹരമായ നിയോ ഗോത്തിക് വാസ്തുവിദ്യയ്ക്കും അലങ്കരിച്ച ബുക്ക് കേസുകൾക്കും പേരുകേട്ടതാണ്. ഒരു ലൈബ്രറി എന്നതിലുപരി ഇവിടുത്തെ പ്രശസ്തമായ കോവണിപ്പടികളിൽ നിന്ന് ഫോട്ടോ എടുക്കാനാണ് സന്ദർശകരുടെ തിരക്ക്. ഒരു പൂന്തോട്ട നഗരം കൂടിയാണ് പോർട്ടോ. നിരവധി പൂന്തോട്ടങ്ങൾ ഇവിടെ ഉണ്ട്. ഇവയിൽ പ്രധാനപ്പെട്ടവയാണ് ജാർഡിൻ ഡോസ് സെൻറ്റിമെൻറ്റോസ്, ജാർഡിൻസ് ഡോ പലാസിയോ ഡി ക്രിസ്റ്റൽ എന്നിവ. ജാർഡിൻസ് ഡോ പലാസിയോ ഡി ക്രിസ്റ്റലിൻ്റെ ഏറ്റവും ശ്രദ്ധേയമായ സവിശേഷതകളിലൊന്ന് അതിൻ്റെ വിപുലമായ സസ്യജാലങ്ങളുടെ ശേഖരമാണ്. ലോകമെമ്പാടുമുള്ള അപൂർവവും വിദേശികളും ഉൾപ്പെടെ 750-ലധികം വ്യത്യസ്ത തരം സസ്യങ്ങളുടെ ആവാസ കേന്ദ്രമാണ് ഈ പാർക്ക്. ജാർഡിൻസ് ഡോ പലാസിയോ ഡി ക്രിസ്റ്റലിൻ്റെ മറ്റൊരു ഹൈലൈറ്റ് അതിൻ്റെ അതിശയകരമായ കാഴ്ചകളാണ്. പാർക്കിലെ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് സന്ദർശകർക്ക് ഡൗറോ നദിയുടെയും പോർട്ടോയുടെയും കാഴ്ചകൾ ഉൾപ്പെടെ നഗരത്തിൻ്റെ മനോഹരമായ ഒരു പനോരമിക് വ്യൂ ആസ്വദിക്കാൻ കഴിയും. പോർട്ടോ നിവാസികൾ സന്ദർശകരുമായി വളരെ സൗഹൃദം പുലർത്തുന്നവരാണ്. എല്ലാ ആഘോഷങ്ങളിലും പാട്ടും ഡാൻസുമായി അവർ വഴിയോരങ്ങളും നടപ്പാതകളും സുന്ദരമാക്കുന്നു.
നിങ്ങൾക്ക് താല്പര്യം ചരിത്രത്തിലോ കലയിലോ ഭക്ഷണത്തിലോ അതല്ലെങ്കിൽ വൈൻ ആസ്വദിച്ച് പോർട്ടോയുടെ തെരുവുകളിൽ കൂടി ചുറ്റിക്കറങ്ങി കാഴ്ചകൾ കാണാനോ, തീർച്ചയായും പോർട്ടോ നിങ്ങളെ സ്വാഗതം ചെയ്യും. പോർട്ടോയുടെ രാത്രികൾക്ക് ഒരു പ്രത്യേക രുചിയുണ്ട്. ഇടുങ്ങിയ തെരുവുകളിൽ എല്ലായിടത്തും യാത്രക്കാർ തിങ്ങി നിറഞ്ഞിരിക്കുന്നു. നഗരത്തിൻ്റെ വിളക്കുകൾ ഡൗറോ നദിയുടെ തീരത്ത് പ്രതിഫലിക്കുകയും അതിനെ കൂടുതൽ മനോഹരമാക്കുകയും ചെയ്യുന്നു. ബാറുകളിൽ നിന്ന് വീഞ്ഞ് ഒഴുകുന്നു. രാത്രികളെ സംഗീതം കൂടുതൽ സുന്ദരമാക്കുന്നു. നിങ്ങളെ വീണ്ടും മടങ്ങി വരാൻ പ്രേരിപ്പിക്കുന്നതും എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നതുമായ ഒരു സുന്ദര നഗരം.